ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു റെസിപ്പി റാഗി കൂവപ്പൊടി കൊണ്ടുള്ള ഒരു കൂവ കുറുക്കണത് എങ്ങനെയാണെന്നാണ് ഞാൻ ഉള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ബെല്ലം, അത്യാവശ്യം വലിപ്പമുള്ള ശർക്കരയാണ്, വലിയ കട്ടയാണ്. അത് 2 ഇട്ടിട്ട് ഉരുകാൻ വയ്ക്കണം. ഇതിങ്ങനെ ഇട്ടിട്ട് വേറെ പാത്രത്തിലിട്ടിട്ട് ഉരുകാൻ വയ്ക്കുക. അപ്പോൾ അത് ഉരുകി വരുമ്പോൾ ഈ തിളയ്ക്കണ വെള്ളത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അതാ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. ഇനി അത് തിളക്കട്ടെ. ഇപ്പോൾ റാഗിപ്പൊടിയാണ്. ഇപ്പോൾ തിരുവാതിരയ്ക്ക് എല്ലാവരും സാധാരണയൊക്കെ കൂവപ്പൊടി ഉണ്ടാക്കാറുണ്ട്. ചിലർക്കൊന്നും അറിയില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കൊത്ത് എടുത്തേക്കണ് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട്. മൂപ്പിച്ചിടുക അല്ലെങ്കിൽ ചിരകിട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് മാത്രം ചിരകിട്ടിടാം. അപ്പം ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തവി കൊണ്ട് ഒരു 3 തവിയാണ്, 3 തവി ഞാൻ എടുക്കുന്നുണ്ട് പൊടി. അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നന്നായിട്ട് കലക്കണം. കട്ടയില്ലാണ്ടിരിക്കാൻ സാധാ പച്ചവെള്ളത്തിൽ കലക്കണം. 3 തവി പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സ്പൂൺ കൊണ്ട് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കലക്കുക. അപ്പോൾ വെള്ളം ഏകദേശം ആയിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായി തിളച്ച് മറിയുമ്പോൾ അതിൽ ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കണം. ഉരുക്കിയ ശർക്കര അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കണം. ശർക്കരയിൽ കരട് അഴുക്കൊക്കെ ഉണ്ടാവും, കണ്ട അതിൽ കരട് പൊടിയൊക്കെ കാണാണ്ട്. അപ്പം അതങ്ങനെ തിളച്ച് വരണേൽ ഈ കലക്കിയ മാവ്, മാവ് ഒഴിക്കുക. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട കട്ടാണ്ട് ഇളക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ലൂസായിട്ട് കുറുക്കണതാണ് ഇഷ്ടം. അത് കാരണമാണ് ഇപ്പം ഇങ്ങനെ. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് നല്ല കട്ടിയാവണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ആ വെള്ളത്തിൽ ഈ പൊടി ഇട്ടിട്ട് നന്നായി, അപ്പം പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടും. ഇത് ചൂടാറുമ്പോൾ ഒരു ഇളനീരിൻ്റെ ഭാഗമായിട്ട് വരുള്ളൂ. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ല ലൂസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അത് ഞാനിടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും കിട്ടും, നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നാളികേരം കൊത്ത് ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലിട്ടുണ്ട്. കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുണ്ട്. അപ്പം ഇനി അത് ചൂടാറാൻ ഒരു പാത്രത്തിൽ ചൂടാറിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, നന്നായി തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു നല്ലൊരു പുഡിങ്ങിൻ്റെ രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് അതിൻ്റെ മീതെ ഒന്ന് അലങ്കരിക്കാൻ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ നാളികേരക്കൊത്തും ഒക്കെ ആയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇപ്പോൾ ഇതാ പുഡിങ് പോലെ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ച അത് എടുത്തിട്ടുണ്ട്. നല്ല ഇളനീരിൻ്റെ കരിക്ക് എടുത്തിട്ടുള്ള അതുപോലെ ഉണ്ട്, കരിക്കിൻ്റെ കാമ്പ്. അത്രയും നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.
അപ്പോൾ ഓക്കെ, നമസ്കാരം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.